ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തേഴ്സ്ഡേ ആണ്, എക്സ്പയറി ഡേ ആണ് നിഫ്റ്റിയുടെ. അറിയാലോ എല്ലാ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേൻ്റെ അവസ്ഥ ഷോക്കാണ് മാർക്കറ്റ്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാം. നല്ല ചാൻസ് ഇട്ടാണ് നോക്കാം. ഓക്കെ, നിഫ്റ്റിയിലുള്ള ലെവൽസ് 24,345 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം. അതുപോലെ ഇപ്പോൾ പുതിയ ഒക്കെ ഇൻറ്റേർണൽ ഏരിയാസ് ഉണ്ട് കുറേ. 24,367 ടാപ്പ് ചെയ്യുകയാണെങ്കിലൊക്കെ മുകളിലേക്ക് നമുക്ക് നോക്കാം. ഇനി അതല്ല 24,509 ആണെങ്കിൽ ടാപ്പ് ചെയ്യണമെങ്കിൽ താഴേക്ക് നോക്കാം. ഇതൊരു ട്രെൻഡ് ലൈൻ ഏരിയയിലുമാണ് മാർക്കറ്റ് ഇപ്പോൾ. അപ്പോൾ പെട്ടെന്ന് വന്ന് താഴേക്ക് വരികയാണെങ്കിൽ മുകളിലേക്ക് നോക്കാം, നമുക്ക് ഓപ്പർച്യൂണിറ്റി നോക്കാം. ഓക്കെ, അതാണ് നിഫ്റ്റിയിലുള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലെ 54,222 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് നോക്കാം. ഇനി അതല്ല 55,81 ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴേക്ക് നോക്കാം. അപ്പോൾ ഓൾറെഡി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 2 ഏരിയൻ്റെ സെൻട്രൽ ആയിട്ടപ്പോൾ ഉള്ളൂ ബാങ്ക് നിഫ്റ്റിയിൽ. ഓപ്പർച്യൂണിറ്റി ഒന്നുമില്ല. അതിൽ ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, 30-31 നമുക്കൊരു ഗോൾഡിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി 34,404 മുകളിലേക്ക് മാർക്കറ്റ് പോയ സമയത്ത് മാർക്കറ്റ് ഓവറോൾ 50 മിനിറ്റ്സ് ലോങ് ട്രെൻഡ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് സൂപ്പർ എൻട്രി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓഫീസിലെത്തി കുറച്ച് നേരം വയ്ക്കുന്നു. 9:15 കഴിഞ്ഞ് 9:20 കഴിഞ്ഞിട്ടുണ്ട്. അതൊരു 9 മണിൻ്റെ മുന്നേ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ നോർമൽ ടൈമിൽ വന്നാലും എൻട്രി കിട്ടാനും പോകുന്നില്ല. ഒരു 8:49 ആ റേഞ്ചിലാണ് എൻട്രി വന്നത്. പക്ഷേ കുഴപ്പമില്ല, നല്ലൊരു മൂവ്മെന്റ് ഉണ്ട്. അവിടുന്ന് ശേഷം ഇപ്പോൾ 1:10 ഒക്കെ ഉണ്ട് നമുക്ക് ടാർഗറ്റ്. പക്ഷെ എന്നാലും അത്യാവശ്യം 1:5 വരെയൊക്കെ പോയിട്ടുണ്ട്. ഈവൻ നമുക്ക് കോസ്റ്റ് വെക്കാനും പറ്റുമായിരുന്നു. നല്ലൊരു അടിപൊളി എൻട്രി ആണ് ഗോൾഡിൽ. പക്ഷേ കുറച്ച് നേരത്തെ വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നോക്കിയില്ല. ഞാൻ 50 മിനിറ്റ്സ് ഒക്കെ എന്തെങ്കിലും അലാം ഒക്കെ സെറ്റ് ചെയ്ത് അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് 50 മിനിറ്റ്സ് ടാപ്പ് ചെയ്ത സമയത്ത്. പക്ഷേ എൻട്രി 1 മിനിറ്റിൽ കിട്ടിയപ്പോൾ ഒന്നും വരാൻ പറ്റിയില്ല. പക്ഷെ ഇന്ത്യ മാർക്കറ്റിന്റെ കാര്യം ഷോക്കാണ്. മാർക്കറ്റ് അവിടെ 24,400 അവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ട്. എല്ലാ വ്യാഴാഴ്ചത്തെ പോലെ നിഫ്റ്റി ഒട്ടി നിൽക്കുകയാണ്. പിന്നെ ഇപ്പം ഇന്ന് യുദ്ധത്തിന്റെ ചെറിയൊരു പ്രശ്നങ്ങളും ഉണ്ട്. മാർക്കറ്റ് അത് എല്ലാവരും രാവിലെ തന്നെ ഫുഡ് ഓപ്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും കുറേ ആളുകളൊക്കെ. മാർക്കറ്റ് ഇവിടെ താഴേക്ക് വെക്കണം, അങ്ങനെ നിൽക്കുന്നുണ്ട് അവിടെ. ഇപ്പൊ താഴേക്ക് വിൽക്കാനാണെങ്കിൽ തന്നെ ആളുകളൊക്കെ കൂടെ കളക്ട് ചെയ്യിപ്പിച്ചേക്കും വിൽക്കുക. അതായിരിക്കും പൊതുവേ ഉണ്ടാവുക. അതുമല്ല, നിഫ്റ്റി നല്ലൊരു ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നതാണ്. നിഫ്റ്റീൻ്റെ ചാർട്ട് നോക്കിയാൽ കാണാം അവിടെ നമുക്ക് എക്സാക്ട്ലി ഒരു ട്രെൻഡ് ലൈൻ ഏരിയയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാം. പ്രീമിയം കണ്ടോ, 24,000 കോൾ ഓപ്ഷൻ, 24,000 പുട്ട് ഓപ്ഷനും. ഓപ്പൺ ചെയ്ത സമയത്ത് 60 റേഞ്ചിലാണ് രണ്ടും. ഇപ്പോൾ ഒന്ന് 10, ഒന്ന് 24. അതാ ഞാൻ പറഞ്ഞത്, ഈ സീറോ ഹീറോ ഒക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ മാർക്കറ്റ് എടുത്ത് കളയും, എന്നിട്ട് എങ്ങനെ പോവുള്ളൂ. കറക്റ്റ് ഞാൻ പറഞ്ഞ ആ ഒരു ട്രെൻഡ് ലൈൻ കണ്ടോ, ട്രെൻഡ് ലൈൻ്റെ ഏരിയയിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യുക. അവിടുന്ന് താഴേക്ക് വരാൻ നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട് മാർക്കറ്റിന്. പക്ഷേ മുകളിലേക്ക് അങ്ങനെ പോണ പോലെ എങ്ങനെ കാണിക്കുന്നു. ഇനി താഴേക്ക് വരുമോ, ഇനി എപ്പോൾ വരുമോ, അങ്ങനെയൊന്നും നമുക്കറിയില്ല. ഏതായാലും നമുക്കൊരു ചെറിയ ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കാം. താഴേക്ക് ഒരു നല്ല വരാൻ പറ്റിയൊരു ചാൻസ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി ഒക്കെ പ്ലാൻ ചെയ്യാം. ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം എൻട്രി എടുക്കുകയാണെങ്കിൽ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല ഒരു ട്രെൻഡ് ലൈൻ ഏരിയ എന്ന് പറഞ്ഞത്, അത് 5 മിനിറ്റ്സിലൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം നമുക്ക് എക്സാക്ട്ലി ഒരു ട്രെൻഡ് ലൈൻ ഏരിയ എന്ന്. മാർക്കറ്റ് നേരത്തെ 2 പ്രാവശ്യം മാർക്കറ്റ് ട്രെൻഡ് ലൈൻ ടാപ്പ് ചെയ്തപ്പോൾ ഒരു മൂവ്മെൻറ്റ് മുകളിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് ലൈൻ ടാപ്പ് ചെയ്ത സമയത്ത് മാർക്കറ്റ് ഇങ്ങനെ ഇഴയാണ്, അവിടെ നിഫ്റ്റി ഇഴഞ്ഞ് പോവാം. അപ്പോൾ നമുക്ക് ശരിക്ക് അവിടെ നല്ല പൊതുവേ നല്ലൊരു സപ്പോർട്ട് ഏരിയയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുക, നല്ല മൂവ്മെൻറ്റ് മുകളിലേക്ക് തരാതെ സ്പെൻഡ് ചെയ്യുക മീൻസ് താഴേക്ക് വരാൻ നല്ലൊരു പോസിബിലിറ്റി ഉള്ള ഏരിയ. ഇതിൻ്റെ മുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ നമുക്കൊരു ട്രേഡൊക്കെ പ്ലാൻ ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, നല്ല മാർക്കറ്റ് നല്ല എന്താ പറയുക, ട്രേഡ് ഇതുവരെയൊന്നും റിട്ടേൺ എടുത്തിട്ടൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം ആ ഒരു ഏരിയയിൽ. ഓക്കെ, മാർക്കറ്റ് ആ ഒരു ഏരിയയിലേക്ക് വരട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 2:53, മാർക്കറ്റ് കഴിയാനായി. എൻ്റെ ഇടയിൽ നമ്മൾ ആ ഏരിയ ഒന്ന് റെക്കോർഡ് ചെയ്യാനുള്ള വകുപ്പില്ല. അങ്ങനത്തെ ഒരു മാർക്കറ്റായിരുന്നു. നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുത്തു. ഞാൻ നേരത്തെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരു ട്രേഡ് പുട്ട് ഓപ്ഷൻ എടുക്കാതാണ്. ആ ട്രേഡിനെ മാർക്കറ്റ് അവിടെ നിന്ന് അത്യാവശ്യം പോകുന്നുണ്ട്. പക്ഷേ എൻ്റെ എസ് എൽ വെച്ചാൽ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അവിടെ എക്സിറ്റ് ചെയ്യാൻ ഇനിയിപ്പോൾ അധികം നിൽക്കേണ്ടതാണ്. പക്ഷേ ഞാൻ എക്സിറ്റ് ചെയ്തില്ലെങ്കിലും എനിക്ക് 3,000 എക്സിറ്റ് ലോസ് വരുമായിരുന്നു. ഞാൻ ലോസ് ബുക്ക് ചെയ്തില്ലെങ്കിൽ. അങ്ങനെ പറഞ്ഞില്ലേ, ആ ട്രെൻഡ് ലൈൻ്റെ അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഏരിയൻ്റെ ഹൈ എടുക്കുമ്പോൾ നമുക്ക് എടുക്കാമെന്ന്. പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് അധികം മുകളിലേക്കൊന്നും പോയിട്ടില്ല ഞാൻ എടുത്തു കൊടുത്തു. പക്ഷേ പ്രീമിയം ഡി കെ അടിച്ച് ഞാനെടുത്ത എന്നെക്കാളും 6 പോയിന്റ്സിലധികം എസ്എല്ലൊക്കെ പോയിട്ടാണ് താഴെ വന്നത്. പക്ഷേ ഞാൻ മുമ്പ് ഇറങ്ങി, ഒരു സുഖം തോന്നില്ല. മാർക്കറ്റ് അങ്ങനെ സൈഡ് വേഴ്സ് അടിച്ചിട്ട് ആ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറൊക്കെ കിട്ടി. ആ ഏരിയയിൽ നിന്നൊരു ട്രേഡ് എടുത്താൽ ഞാൻ നമ്മുടെ പ്രൈസ് ആക്ഷൻ ട്രാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ ട്രെൻഡ് ലൈൻ ഏരിയയിൽ നിന്ന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള വ്യൂ. പക്ഷേ ഞാനെടുത്ത ആ ട്രേഡ് ഇപ്പോൾ കാണണം, മാർക്കറ്റ് ഒരുപാട് താഴേക്ക് വന്നു, നല്ല ഫാളാണ്.
പക്ഷെ എന്ത് ചെയ്യാനാ, നമുക്ക് അതിൽ ഞാൻ പറഞ്ഞില്ല എല്ലാവരും മാർക്കറ്റ് എടുത്ത് കളയും, നമ്മളെ എടുത്ത്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇന്റേണൽ 5 മിനിറ്റ്സ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തിട്ട് ഒരു അഗ്രസീവ് എൻട്രി എടുത്തില്ല. അതും ഈ കറക്റ്റ് ഈ ഒരു ജസ്റ്റ് ചെറിയൊരു സിംഗിൾ ഇറങ്ങാൻ എനിക്ക് പേടിയാവും. കാരണം മാർക്കറ്റ് തീരെ സൈഡ് വേസ് കളിച്ചപ്പോൾ ഞാൻ വെച്ച് അധികം പോകില്ല, അവിടെ ടാപ്പ് ചെയ്ത് മുകളിലേക്ക് 5000 ഒക്കെ പ്രോഫിറ്റ് കാണിച്ചു കേട്ടോ ബാങ്ക് നിഫ്റ്റിയിൽ ആ ട്രേഡ്. പക്ഷേ ആ ഒരു ചെറിയ റിവേഴ്സൽ കണ്ടപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യേണ്ടത് തിരിഞ്ഞ് കളിച്ച് അവസാനം 3000 സംതിങ്ങിലായിപ്പോയി നമുക്ക്. അല്ലെങ്കിൽ ഒരു 5000 ഒക്കെ ആ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ഓവറോൾ ഇന്ന് നമുക്ക് എന്താ പറയുക, ഒരു ഷോക. ഞാൻ പറഞ്ഞില്ല മാർക്കറ്റ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് ഒരുപാട് സമയം നമ്മൾ SL അടുപ്പിച്ചിട്ടാണ് പോകുന്നത്. ഞാൻ വിചാരിച്ചു ഒരുപാട് നമ്മൾ ട്രെൻഡ് ലൈൻ ഏരിയയിൽ മാർക്കറ്റ് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴെ പോകുന്ന വിചാരിച്ചൊക്കെ ഭയങ്കര കോൺഫിഡൻസിൽ ഒരു ട്രേഡ് എടുത്തതാണ്. നമ്മളെ ഇൻഡ്യൂസ്മെന്റ് സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഞാൻ ഒരു പ്രൈസ് ആക്ഷൻ ട്രാപ്പ് പോലെ ട്രേഡ് എടുത്തതാണ്. പക്ഷേ അതിനുശേഷം മാർക്കറ്റ് ചോരപ്പുഴ ഒഴുകണം. ആ ഒരു യുദ്ധത്തിന്റെ ഇതുണ്ട്, മീൻസ് ഇന്ത്യ പാക് വാർ എന്നൊക്കെ പറഞ്ഞ കേസ് ആളുകൾ പ്രതീക്ഷിച്ചിട്ട് രാവിലെ നിൽക്കണ പോലെ മാർക്കറ്റ് എടുത്ത് ആദ്യം കളഞ്ഞു. ആദ്യം പുട്ട് ഓപ്ഷൻ എടുത്ത പോലെ ഒക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് നേരെ താഴെ. ഞാൻ പറഞ്ഞില്ല നല്ല പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഇത്രയും മാർക്കറ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് 170 പോയിന്റ് അടുത്ത് വന്നു. കുഴപ്പമില്ല, എന്നാലും എനിക്ക് ടെൻഷനില്ല. കാരണം മാർക്കറ്റ് രാവിലെ തന്നെ നമുക്ക് വലിയ ലോസ് വരുത്തിയില്ലല്ലോ. അതിനുശേഷം നിഫ്റ്റിയിൽ ഒരു 5 മിനിറ്റ്സ് IDX ഒക്കെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻട്രി എടുക്കാനുള്ള ടാർജറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പ് സൈഡിലേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടില്ല. ഡൗൺ സൈഡിലേക്ക് ഒരു എൻട്രി ഉണ്ടായിരുന്നു 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തിട്ട് സമയത്ത്, അത് കൊടുത്തിട്ടില്ല. ഒരു കോൺഫിഡൻസ് ഇല്ല എന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ട്, പേടിയാവാം. പിന്നെ നമ്മളെ ഗോൾഡിൽ ട്രേഡ് എടുത്തിട്ടൊന്നുമില്ല. ഇന്നലത്തെ അതേ ട്രേഡ് തന്നെ, വേറെ ട്രേഡൊന്നും എടുത്തില്ല. 16 പ്രോഫിറ്റ് കിട്ടിയ തന്നെ ഉള്ളൂ. ഇന്ന് ഞാൻ പറഞ്ഞില്ല ആ ഒരു രാവിലത്തെ ഗോൾഡ് 8.49 വന്ന എൻട്രി, അത് പറഞ്ഞ് മാർക്കറ്റ് ടാർജറ്റ് അടിച്ചു 1:10. ആ ട്രേഡ് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഓഫീസിൽ കുറച്ച് നേരത്തെ വന്നിരുന്ന അടിപൊളി ഒരു ട്രേഡ് കിട്ടിയിരുന്നു. മാർക്കറ്റ് ഓവറോൾ ബെയറിഷ് ഗോൾഡിലായതുകൊണ്ട് 50 മിനിറ്റ്സിൽ പുള്ളിഷ് ആവുന്ന വരെ താഴേക്കുള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. നല്ല പോയിട്ടുണ്ട്, പിന്നെയും താഴേക്ക് ഒരുപാട് പോയിട്ടുണ്ട്. പക്ഷേ ഈവൻ 1:10 നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. 1:5 എത്തിയപ്പോൾ നമ്മൾ പോസ്റ്റ് പ്രൈസ് വെച്ചാലും അടിക്കില്ല. മാർക്കറ്റ് താഴേക്ക് മുകളിലേക്ക് പോയിട്ടേ ഇല്ല, താഴേക്ക് അങ്ങനെ വന്നതാണ്. എന്തായാലും നാളെ നോക്കാം, നാളെയും ദിവസം ഉണ്ട്, നാളത്തെ ദിവസം നോക്കാം. എനിവേ താങ്ക് യു, ബൈ. നാളെ ഞാൻ ഉച്ച വരെ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഉച്ചൻ്റെ മുന്നേ ഉള്ള ഓപ്പർച്യൂണിറ്റി നോക്കാം. താങ്ക് യു, ബൈ.